പുലർച്ചയ്ക്ക് ഗണപതി ഹോമം നമ്മളതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളായിരുന്നു. 6 മണി ടു 7 മണി വരെ നമ്മൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് 4 മണിക്ക് 51 കുടുംബം കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വീട്ടിൽ, ഈ ഗ്രാമത്തിന് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഒരു വീട് കെട്ടിയതിനും ഇവിടെ വന്നിട്ട് താമസമാക്കിയതിലാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളത്. ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് കെട്ടി താമസിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ വീട് തന്നെയാണല്ലോ ജീവിതാവസാനം വരെ ഉണ്ടാവേണ്ടത്. ഇവിടെ 51 ആളെ ചെലവിൽ നിങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു വീട് കൂടൽ നടത്തണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. റബ്ബിന്റെ തൗഫീക്ക് ഉണ്ടാവട്ടെ, അതിന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും വേണം. ആ ദിവസം അതാ സമാഗതമായിരിക്കാണ്. ഒരു സ്വർഗം പോലെ, നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. എല്ലാവരോടും നമുക്കിതിന് വേണ്ടി പ്രാവശ്യം തങ്ങളോട് പ്രത്യേകം ഓരോ കണ്ണിങ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരു മാസത്തിൽ നമുക്ക് ഒന്നും എവിടെയും പോകണ്ട, അത്രയും സാധനങ്ങൾ അതിലുണ്ട്. ഭക്ഷണമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും 51 വീട്ടുകാർക്കും. പിന്നെ നമ്മളെ സഹായിച്ച വീട് തന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് തങ്ങളോട്, ബാക്കിയുള്ളവർക്കും കൂടി വേഗം വീടാകാൻ പ്രാർത്ഥിക്കുക. ഇവിടുത്തെ അവകാശികൾ അവരുടെ ഗൃഹപ്രവേശമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവർ രാഷ്ട്രീയമായിട്ട് തന്നെ കാണേണ്ടതില്ല, ഞങ്ങൾ മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിൽ. കാരണം ഇവിടെ ആ ദുരന്തം ഉണ്ടായപ്പോൾ ദുരന്തത്തിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അവർക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ദൈവാനുഗ്രഹം. വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ടതൊരു ആനന്ദാശ്രുവാണ്. അത്രയും ചെയ്യാൻ കഴിഞ്ഞത് നമുക്ക് വലിയ ഭാഗ്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന് സംസാരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ഇതിന്റെ അത്രയ്ക്കേറെ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് എന്നുള്ളത് കൊണ്ടാണ്.